ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചപ്പാത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു കറിയായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് ഈ വൈറ്റ് ബീൻസ് വെച്ചിട്ട് ഫാസൂലിയ എന്നാണ് ഇതിന് അറബിയിൽ പറയുക. ഇവിടെ മക്കത്ത് എൻ്റെ അളിയാക്കാക്ക് ഇങ്ങനത്തെയൊക്കെ ഉള്ളൊരു കടയാണ് കേട്ടോ. അപ്പോൾ അളിയാക്ക അവിടെ പോയപ്പോൾ തന്നിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഇത് കഴിക്കുന്നത്. അതുവരെ ഞാൻ ഇങ്ങനത്തെ സംഭവം കണ്ടിട്ട് തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇനി ഞാൻ കാണായെന്നറിയില്ല, നാട്ടിലൊക്കെ ഉണ്ടാവും കാര്യം. അപ്പോൾ ഇത് നമ്മൾ 1-2 മണിക്കൂറൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് വെക്കണം. എന്നിട്ട് പിന്നെ നമ്മൾ കുക്കറിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ടുങ്ങാണ്ട് ഒന്ന് വേവിച്ചെടുക്കണം. എളുപ്പം വേകും. ഒരു മീഡിയം ഫ്ലെയിമിൽ 2 വിസിലടുപ്പിച്ചെടുത്താൽ മതി. ബീൻസ് വേകുമ്പോഴത്തേന് നമുക്ക് ഇതൊക്കെയുള്ള മസാല റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുക്കണം. എന്നിട്ട് അരിഞ്ഞിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കേണ്ടതാണ്. നമുക്ക് ഉള്ളി ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വെക്കുക. എന്നിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പം നല്ലോണം എണ്ണ ഒഴിച്ചിങ്ങാണ്ട് മുക്കിയിട്ട് പൊരിച്ചെടുക്കൊന്നും വേണ്ട. കുറച്ച് എണ്ണയിൽ കുറച്ച് സമയം പിടിക്കും, എന്നാലും ഇങ്ങനെ വറുത്തെടുത്താൽ മതി. ഉള്ളി ഒന്ന് പൊരിഞ്ഞ് വന്ന് ചൂടാറിയിട്ടുള്ളൂ നമുക്കിത് അരക്കാൻ പറ്റുമല്ലോ. അപ്പം നമുക്ക് ഈ സമയം കൊണ്ട് നമ്മളെ ബാക്കിയുള്ള പണികളൊക്കെ എടുക്കട്ടോ. ചപ്പാത്തി ഉണ്ടാക്കുക, ഇല്ലെങ്കിൽ ഇതൊക്കെയുള്ള ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ അരിഞ്ഞൊക്കെ വെക്കാം. ഇപ്പോൾ തന്നെ നമ്മളെ ഉള്ളി പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിക്ക് മാറ്റിയാണ് എണ്ണയൊക്കെ ഒന്ന് ഒഴിച്ചങ്ങാണ്ട് മാറ്റി വെക്കുക. എന്നിട്ട് ചൂടാറിയതിന് ശേഷം കേട്ടോ അത് അരച്ചെടുക്കണത്. ഒരു 3-4 സ്പൂണ് വെള്ളമൊക്കെ ഒഴിച്ചങ്ങാണ്ട് ഒന്ന് അരച്ചെടുത്താൽ മതി. ഇപ്പം നമ്മൾ പൊരിച്ചെടുത്ത ചട്ടി ഉണ്ടാവില്ലേ, ആ എണ്ണയ്ക്ക് തന്നെ നമ്മൾ ചെറിയൊരു കഷ്ണം ഇഞ്ചി പിന്നെ 2-3 വെളുത്തുള്ളിൻ്റെ പോണയും കണ്ട് ചതച്ചെടുത്തതാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊന്നും ഇങ്ങോട്ട് മുരിച്ചെടുത്തതിന് ശേഷം നമുക്ക് 2 തക്കാളി ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി അല്ലെങ്കിൽ തക്കാളി ഒന്ന് മിക്സിയിൽ അടിച്ചിട്ട് അങ്ങനെ പേസ്റ്റ് ആക്കിങ്ങാണ്ട് ഇട്ട് കൊടുക്കട്ടോ. ഞാൻ അപ്പോൾ അരിഞ്ഞിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമുക്കിതൊക്കെ 2-3 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളിത് പച്ചമുളകിൻ്റെ എരിക്കനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഈ പച്ചമുളക് ഒരു എരിയില്ലാത്തതാണ്, അപ്പോൾ ഞാൻ 3 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം. ഇടയ്ക്കൊന്നും ഇങ്ങനെ തുറന്നുങ്ങാണ്ടൊന്ന് ഇളക്കി കൊടുക്കുകയൊക്കെ ചെയ്തുകൊണ്ടു. എന്നിട്ട് നമ്മൾ ഇത് നല്ലോണം ഒന്ന് വെന്ത് ഉടയണ വരെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ 1 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കാശ്മീരി മുളക് പൊടി നമ്മൾ സാധാ മുളകും പൊടി മിക്സ് ആക്കിയിട്ട് ഇട്ട് കൊടുത്തത്. പിന്നെ നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം. അളവ് ഞാൻ വീഡിയോ തുടങ്ങുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, ആ വീഡിയോൻ്റെ തുടക്കത്തിൽ ഇൻഗ്രീഡിയൻസ്. പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ പൊരിച്ച് വെച്ച ഉള്ളി നമ്മൾ അരച്ചെടുത്തില്ലേ അത് ഇട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ മിക്സി ഒന്ന് ചുവറ്റിങ്ങാണ്ട് കുറച്ച് വെള്ളം കൂട്ടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ബീൻസ് വേവിച്ചത് അതിൻ്റെ വെള്ളത്തോടുക്കനെ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മളെ മസാലയ്ക്ക് നല്ലോണം പിടിപ്പിച്ചിങ്ങാണ്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ തിളച്ചിങ്ങാണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റി വന്നതിന് ശേഷം നമുക്കിതിക്ക് കുറച്ച് ചെറിയ ജീരകത്തിൻ്റെ പൊടി 1/2 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും പിന്നെ കുറച്ച് ഗരം മസാല ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് തീ ഓഫാക്കിയിടുക. കറി നമ്മൾ തിളച്ച് നല്ലോണം വറ്റാൻ നിൽക്കരുത്. ചെറുതായിട്ടൊന്ന് കുറുകി വരുമ്പോൾ തന്നെ നമ്മൾ മല്ലിൻ്റെ ഇലയും പിന്നെ ഈ നമ്മളെ ചെറിയ ജീരകത്തിൻ്റെ പൊടിയൊക്കെ ഇട്ട് കൊടുത്തുങ്ങാണ്ട് ഇളക്കി കൊടുത്തിട്ട് തീ ഓഫാക്കിയിടണം. എന്നാലും നമ്മൾ കറി എടുക്കുമ്പോഴത്തേന് നമുക്ക് പാകത്തിന് കുറുക്കനായി വരുള്ളൂ. തണുക്കുമ്പോഴത്തേന് ഒന്നും കൂടി ഇത് നല്ലോണം കുറുകി വരും, വറ്റി വരും. അപ്പോൾ അതാ നല്ല ടേസ്റ്റാട്ടോ ഈ കറി കൂട്ടാൻ. ചപ്പാത്തിക്കൊക്കെ അടിപൊളിയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, മറക്കാതെ. കാശ്മീരി മുളക് പൊടിയൊക്കെ ഇട്ടതുകൊണ്ട് നല്ലൊരു കളർ ഉണ്ടായിരുന്നു കേട്ടോ. വീഡിയോയിൽ അത്ര കാണുന്നില്ല. അപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടായിട്ടുണ്ടായിരുന്നു, കാണാനും നല്ല രസമുള്ളതായിരുന്നു. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അത് വീഡിയോയിൽ ഞാടും. അപ്പം നിങ്ങളെന്തിനത് പറയണം.